മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ യു കേൽക്കറിനെ സെക്രട്ടറിയായി നിയമിച്ചതിനെ ന്യായീകരിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. IT സെക്രട്ടറിയായി മുൻ മുഖ്യമന്ത്രിക്ക് കീഴിൽ പ്രവർത്തിച്ച രത്തൻ യു കേൽക്കർ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം SIR-ലൂടെ UDF-നെ അധികാരത്തിലേറ്റിയത് രത്തൻ യു കേൽക്കർ ആണ് എന്ന CPIM നേതാവ് MV ജയരാജന്റെ വാദത്തോട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചില്ല. ഡോക്ടർ രത്തൻ യു കേൽക്കറിന്റെ നിയമനത്തിൽ വിമർശനങ്ങൾ തള്ളി മുഖ്യമന്ത്രി വി ഡി സതീശൻ. UDF-ന് 102 സീറ്റുകൾ വാങ്ങിത്തന്നത് രത്തൻ യു കേൽക്കറാണോ എന്നാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടത്തിയെന്ന് രത്തൻ യു കേൽക്കറിനെതിരെ മുൻപ് ആക്ഷേപമുണ്ടായിരുന്നോ എന്നും മുഖ്യമന്ത്രി. അതേ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഓഫീസിൽ വെച്ചത്. ബംഗാളുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്. ബംഗാളിലെ വിഷയം എന്താ? ബംഗാളിൽ ഗുരുതരമായ ആരോപണമാണ് അവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർക്കെതിരായിട്ട് ഉന്നയിച്ചത്. വ്യാപകമായ തോതിൽ SIR-ൽ നിന്ന് വോട്ടുകൾ നീക്കം ചെയ്തു എന്നാണ് ആരോപണം. അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ഇവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറെ കുറിച്ച് ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന നളിനി നെറ്റോ പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ ജോലി ചെയ്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിയമനം ബംഗാളിലെ സാഹചര്യവുമായി താരതമ്യം ചെയ്യാൻ കഴിയുന്നതാണോ എന്നും ചോദ്യം. അതേസമയം മന്ത്രിസഭയ്ക്കുള്ളിൽ തന്നെ എതിർപ്പുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടെ വകുപ്പ് സെക്രട്ടറിമാരുടെ നിയമനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രതികരണം ഇങ്ങനെ: ഉദ്യോഗസ്ഥന്മാരുടെ ഡിപ്ലോയ്മെന്റ് ആയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വകുപ്പുകൾ വെച്ച് അതിനെ റാഷണലൈസ് ചെയ്യണം. ഓരോ മന്ത്രിമാർക്കും ഇപ്പം 3-4 സെക്രട്ടറിമാരുണ്ട്. എന്റെ വകുപ്പുകൾ തന്നെ ഏകദേശം 8-9 സെക്രട്ടറിമാരുണ്ട്. അങ്ങനെ ഭരിക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ ഈ വകുപ്പുകൾ റാഷണലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു നടപടിക്രമമാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം രത്തൻ യു കേൽക്കറിന്റെ നിയമനത്തെ എതിർക്കുന്നുണ്ടെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജന്റെ പ്രസ്താവനയെ പിന്തുണയ്ക്കാൻ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തയ്യാറായില്ല. രത്തൻ യു കേൽക്കറിനെതിരായ ആരോപണം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഇന്നും ആവർത്തിച്ചു. തിരഞ്ഞെടുപ്പ് തോറ്റതിലെ നിരാശയാണ് CPIM-നെന്ന് മന്ത്രി K മുരളീധരനും CPIM ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് തോൽവിയിലെ ജാള്യത മറക്കാനെന്ന് മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് MA റസാഖ് MLA-യും പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.